എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സദ്യ റെസിപ്പിയുമായിട്ടാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇഞ്ചിക്കറിയിൽ നിന്നും നമുക്ക് തുടങ്ങാമല്ലേ? ആദ്യം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. ശേഷം പാനിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ആദ്യം തന്നെ 1/4 കപ്പ് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ചെടുക്കാം. ശേഷം അതേ എണ്ണയിൽ തന്നെ 250 ഗ്രാം ഇഞ്ചി അരിഞ്ഞു വരുമ്പോൾ ഏകദേശം 2.5 കപ്പ് വരും. ഇത് വറുത്തെടുക്കാം. ഇഞ്ചി വറുത്തു കോരിയതിന് ശേഷം 250 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് വറുത്തെടുക്കാം. അരിഞ്ഞെടുക്കുമ്പോൾ ഇതും ഏകദേശം 2.5 കപ്പ് തന്നെ ഉണ്ടാകും. ഈ വറുത്ത ഇഞ്ചിയും ചെറിയ ഉള്ളിയും നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് മാറ്റിവെക്കാം. ചെറിയ ഉള്ളി വറുത്തതിന് ശേഷം ഈ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് കീറിയതും 2 പച്ചമുളക് 4-5 ആയി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളുടെ പച്ചമണം മാറും വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വെള്ളത്തിൽ മുക്കി വെച്ച പുളി പിഴിഞ്ഞ് അരിച്ചൊഴിക്കാം. ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയ ഉള്ളി അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം തൊടാതെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അരിഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ എണ്ണ തെളിയുന്നതാണിത്. ഇളക്കി കൊടുക്കാം. അരപ്പെടുത്ത ജാറ് കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിക്കറി നന്നായി തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ. അവസാനമായി തേങ്ങാക്കൊത്തും 1.25 ടേബിൾ സ്പൂൺ ശർക്കരയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറുക്കിയെടുക്കാം. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായിട്ടുണ്ട്. അടുത്തതായി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാണിത്, കടുമാങ്ങ അച്ചാർ. ആദ്യം തന്നെ മാങ്ങ അരിഞ്ഞ് ഉപ്പും ചേർത്ത് ഇളക്കി ഒരു 2 മണിക്കൂർ അടച്ചു വെക്കാം. ഞാനിവിടെ 5 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ശേഷം ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1.5 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇവയുടെ പച്ചമണം മാറും വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ. ഈ പൊടികളുടെ പച്ചമണം മാറും വരെ ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വിനാഗിരി ചേർക്കുന്നില്ല, കാരണം നമ്മൾ കുറച്ച് അളവിലാണ് അച്ചാർ ചെയ്തേക്കുന്നത്. മാത്രവുമല്ല വെള്ളം തൊടാതെ വെച്ചതുകൊണ്ട് പെട്ടെന്ന് കേടായി പോവുകയില്ല. ഇനി നമുക്ക് നാരങ്ങ അച്ചാർ അല്ലെങ്കിൽ വടുകപ്പുളി അച്ചാർ തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു വലിയ കറി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങ ആവശ്യത്തിന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് തിരുമ്മി 2 മണിക്കൂർ അടച്ചു വെച്ചതാണിത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് മുറിച്ചതും 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് പച്ചമണം മാറും വരെ ഇളക്കി കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി,
മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി. ഇവയുടെ പച്ചമണം മാറും വരെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിനോടൊപ്പം 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അരപ്പുമായി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് കിച്ചടിയാണ്. അതിനായി ആദ്യം തന്നെ ഒരു ചെറിയ കുക്കറിലേക്ക് ഒരു 1.5 വലിയ ബീറ്റ്റൂട്ടും ചെറിയൊരു ബീറ്റ്റൂട്ടും കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു വിസിലടുപ്പിക്കാം. ഒരു വിസിലടിച്ചിട്ടുണ്ട്. എയറെല്ലാം പോയി ബീറ്റ്റൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളം ഇനി നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കിച്ചടിക്കും പച്ചടിക്കും ചേർക്കുന്ന അരപ്പ് ഒന്നാണ്. അപ്പോൾ ഇവ തയ്യാറാക്കുമ്പോൾ ഒരുമിച്ച് തന്നെ തയ്യാറാക്കി വെക്കാം. അപ്പോൾ നമുക്കത് ചെയ്യാൻ ഈസി ആയിരിക്കും. ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സെപ്പറേറ്റ് കാണിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളക്, 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 3 കറിവേപ്പില, 1/4 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. ഇനി മിക്സിയുടെ മറ്റൊരു ജാറിലേക്ക് വേവിച്ച ബീറ്റ്റൂട്ട് കഷ്ണങ്ങളിട്ട് പൾസ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകണ്ട, 2-3 വട്ടം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അരപ്പ് കഴുകിയ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പിൻ്റെ എല്ലാം പച്ചമണം മാറും വരെ വേവിച്ചെടുക്കാം. അവസാനമായി 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഇളക്കി കൊടുക്കാം. തൈരിൻ്റെ പുളി അനുസരിച്ച് അളവിന് മാറ്റം വരാം. തൈര് ചേർത്തതിന് ശേഷം അധികം ചൂടാക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്വാദിഷ്ടമായ കിച്ചടി റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് പച്ചടി തയ്യാറാക്കാം. അതിനായി വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളരിക്ക വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കൂടാതെ 2 പച്ചമുളക് 4-5 ആയി അരിഞ്ഞത് കൂടെ ചേർത്ത് ഇളക്കി വേവിച്ചെടുക്കാം. വെള്ളം അധികമുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കിച്ചടിക്ക് തയ്യാറാക്കിയതുപോലെ 2 പച്ചമുളക്, 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 3 കറിവേപ്പില, 1/4 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് വെള്ളം. ശേഷം നന്നായി അരച്ചെടുക്കണം. ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയുടെ പച്ചമണം മാറും വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി അധികം ചൂടാക്കാതെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനമായി കടുക് താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഓലൻ. ഓലൻ തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ കുക്കറിൽ തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു 4 തൊട്ട് 6 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത 1/2 കപ്പ് വൻപയർ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും വേകാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് 4 വിസിൽ അടിച്ചെടുക്കാം. പയർ കുതിർന്നതനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം. 4 വിസിൽ അടിച്ചിട്ടുണ്ട്. പയറെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പയർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ 2ാം പാലും ഒഴിച്ചു കൊടുത്ത് 3 പച്ചമുളക് നെടുകി കീറിയതുമിട്ട് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന പയർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അവസാനമായി 3 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പില മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. അടച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം കുറുകി നന്നായിട്ട് വരും.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി കുറുക്കുകാളനാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ രുചിയുള്ളൊരു കറിയാണിത്. അപ്പോൾ എങ്ങനെയാണ് കുറുക്കുകാളൻ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു ചെറിയ കുക്കറിൽ ചേന കഷ്ണങ്ങളാക്കിയത് 1 കപ്പും അതേ അളവിൽ തന്നെ നേന്ത്രക്കായ കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 2 വിസിൽ അടിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറുക്ക് കാളന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, 3 പച്ചമുളക് 2ആയി മുറിച്ചത്, 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്ത് വയ്ക്കാം. 2 വിസിൽ കേട്ടിട്ടുണ്ട്. എയറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായി വേവിച്ചെടുക്കാം. തേങ്ങയുടെ എല്ലാം പച്ചമണം ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല, അധികം ചൂടാക്കാനും പാടില്ല. പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. അവസാനമായി താളിച്ചൊഴിച്ചതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറുക്ക് കാളൻ റെഡിയായി. സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കൂട്ടുകറി. ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് കൂട്ടുകറി തയ്യാറാക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ കൊല്ലം, തിരുവനന്തപുരം സ്ഥലങ്ങളിൽ വയ്ക്കാറുള്ള കൂട്ടുകറിയാണ് തയ്യാറാക്കുന്നത്. ഇനിയൊരു കുക്കറിൽ 1 കപ്പ് ചേന, 1 കപ്പ് മത്തൻ, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് പടവലം, 1/2 കപ്പ് വെള്ളരിക്ക, 1 കപ്പ് നേന്ത്രക്കായ, ചെറിയൊരു കഷ്ണം ശർക്കര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഇവയെല്ലാം ചേർത്ത് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അത് പൊടിച്ചെടുത്ത് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ 1 കപ്പ് തേങ്ങ ഇട്ട് വറുത്തെടുക്കാം. ഏകദേശം പരുമമായി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ കുക്കറിൽ ഇട്ട് കൊടുത്ത കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് കടല വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിരിക്കുന്ന മസാലയില്ലേ, അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തെടുത്തത് അരച്ച് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട, ചെറുതായിട്ട് തരിതരിയോട് കൂടി വേണം അരച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. അവസാനമായി 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. മധുരം വേണമെന്നുള്ളവർ കുറച്ച് ശർക്കര പൊടിയായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തോരനാണ് ക്യാബേജ് തോരൻ. ക്യാബേജ് തോരൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഉഴുന്നിൻ്റെ കളറ് ചേഞ്ചായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാബേജിൻ്റെ പകുതി കൊത്തി അരിഞ്ഞത്, 1 സവോള അരിഞ്ഞത്, 3 പച്ചമുളക് കീറിയത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 3/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് തട്ടിപ്പൊത്തി വെച്ച് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം.
ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ 2-3 വട്ടം റിപ്പീറ്റ് ചെയ്യുക. അടച്ചു വെച്ചും തുറന്നു വെച്ചും വേവിച്ചെടുക്കുക. അവസാനമായി ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് നന്നായി ഇളക്കിയെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റോളം എടുത്തു എനിക്ക് ഈ ക്യാബേജ് തോരൻ റെഡിയാക്കുവാനായിട്ട്. നമ്മുടെ സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ റെഡിയായിട്ടുണ്ട്. സദ്യ റെസിപ്പികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് മെഴുക്ക് പുരട്ടി. സാധാരണയായി പയറ് മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. അധികം ഉടഞ്ഞു കുഴഞ്ഞു പോകാതെ ഒന്നോടൊന്ന് തൊടാതെയാണ് നമ്മളിവിടെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പോളം അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിൽ ഇത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂണിന് മുകളിലായി കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അടച്ചു വെച്ചും ഇടയ്ക്ക് ഇളക്കി കൊടുത്തും നമുക്കിത് വേവിച്ചെടുക്കാം. ഒരുപാടിട്ട് കുത്തി ഇളക്കി ഇത് കുഴച്ച് കളയരുത്. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സ്പീഡിൽ കാണിക്കുകയാണ്. വളരെ സാവധാനം തിരിച്ചും മറിച്ചും ഇട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഏകദേശം ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുഴഞ്ഞു പോകാതെ ഒന്നോടൊന്നൊട്ടാതെ നല്ല സദ്യ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒഴിച്ചുകറികളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് സാമ്പാർ. ആദ്യം തന്നെ കുക്കറിലേക്ക് 1 കപ്പ് കഴുകിയ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 10-15 ചെറിയ ഉള്ളിയും 1 കപ്പ് കഷ്ണങ്ങളാക്കിയ ചേനയും 10-12 അമരപ്പയർ നുറുക്കിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കഷ്ണങ്ങൾ മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് 2 വിസിലടിച്ചെടുക്കാം. ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുക്കറിലേക്ക് സാമ്പാറിന് വേണ്ടുന്ന മറ്റു കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഷ്ണങ്ങളുടെ അളവിൽ വ്യത്യാസം വരുത്താം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് 2 വിസിലടിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 4-5 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില കൂടാതെ നമ്മുടെ സാമ്പാറിന് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 3/4 ടീസ്പൂൺ കായം. ഇവ നന്നായി മൂപ്പിച്ചെടുക്കാം. ഈ മൂപ്പിച്ചെടുത്ത പൊടികൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി ഇതിൽ നന്നായി ചേർത്തത് കൊണ്ട് തന്നെ പുളി പിഴിഞ്ഞ് ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ സാമ്പാർ തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നല്ല കുറുകിയ സദ്യ മോരുകറി തയ്യാറാക്കാം. അതിനായിട്ട് അത്യാവശ്യം കുഴിവുള്ള ഒരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കളർ മാറി വരുമ്പോഴേക്കും 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറും വരെ ഇളക്കി യോജിപ്പിക്കാം.
ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ജീരകമാണ് എങ്കിൽ അത് നമുക്ക് നേരത്തെ കടുക് പൊട്ടിക്കുന്ന നേരത്ത് തന്നെ ജീരകം ചേർത്ത് കൊടുക്കാം. അവസാനമായി നമുക്ക് തൈര് അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് കട്ട തൈരും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചതാണിത്. നല്ല പുളിയുള്ള തൈരാണിത്. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മോരിന് കട്ടി കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നീട്ടി കൊടുക്കാം. ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളപ്പിക്കരുത്, മോര് കട്ട കെട്ടിപ്പോകും. സദ്യയുടെ ഒഴിച്ചുകറിക്കുള്ള മോരുകറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയിൽ ഒട്ടും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പരിപ്പ് കറി. ഈ പരിപ്പ് കറി തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെറുപയറാണ്. ഈ ചെറുപയർ നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് കളറ് മാറി കറുത്ത് പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് കളറ് മാറി വന്നാൽ മാത്രം മതി. ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് പാറ്റിയെടുക്കാം. ഈ വറുത്ത് പൊടിച്ച ഈ പയർ കഴുകി കുക്കറിൽ തന്നെ എടുക്കാം. അതിനുശേഷം അതിലേക്ക് 8-10 ചെറിയ ഉള്ളി, 3 പച്ചമുളക് കീറിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 4 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്ക് പരിപ്പിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 2 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. പയറെല്ലാം നന്നായി വെന്ത് ഉടങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടാതെ അല്പം അരപ്പ് കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് പരിപ്പിൻ്റെ കട്ടിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ശേഷം നമ്മുടെ അരപ്പിൻ്റെ എല്ലാം പച്ചമണം മാറും വരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അവസാനമായി കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപ്പ് കറി റെഡിയായി. ചിപ്സ് അല്ലെങ്കിൽ ഉപ്പേരി ഇല്ലാതെ നമ്മുടെ സദ്യ പൂർണ്ണമാകില്ലല്ലേ. ചിപ്സ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഞാൻ കുറച്ച് ടിപ്സുകൾ മാത്രമേ ഇതിൽ ഷെയർ ചെയ്യുന്നുള്ളൂ. ആദ്യം തന്നെ ചിപ്സ് തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ കായ തൊലി കളഞ്ഞ് വെക്കാൻ പാടുള്ളൂ. 2, കായ കഴുകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമയം പൂർണ്ണമായും കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കുവാൻ. 3, കായ അരിഞ്ഞെടുക്കുമ്പോൾ ഒരേ അളവിൽ അരിയാൻ ശ്രദ്ധിക്കണം. 4, ചിപ്സിന് കളറ് കിട്ടുവാനും ടേസ്റ്റ് കിട്ടുവാനും വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിൽ ചിപ്സ് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് കിട്ടുന്നത്. 5, എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എണ്ണ കുടിച്ച് ചിപ്സിൻ്റെ ക്രിസ്പിനെസ് പോകും. 6, നേന്ത്രക്കായ എണ്ണയിലിട്ട് അതിൻ്റെ കൂടെ തന്നെ 1 തൊട്ട് 2 ടീസ്പൂൺ വരെ മഞ്ഞൾ, ഉപ്പ്, വെള്ളം ഒഴിക്കണം. അവസാനം ഒഴിക്കാൻ നിന്നാൽ കായ പെട്ടെന്ന് കരിഞ്ഞു പോകും. പായസമില്ലാതെ എന്ത് ഓണമല്ലേ. ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. സേമിയ പായസം. ആദ്യം തന്നെ പാനിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടാതെ ഇതിനോടൊപ്പം തന്നെ 1/2 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കവറിലെ സേമിയ കിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതുപയോഗിച്ചാണ് ഞാൻ പായസം തയ്യാറാക്കാൻ പോകുന്നത്. പാല് നന്നായി തിളച്ച് വരട്ടെ. പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. പാല് അടിയിൽ പിടിക്കാനും പാട കെട്ടാനും സാധ്യത ഉള്ളതുകൊണ്ട് കൈയെടുക്കാതെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാക്കറ്റിലെ കൂട്ട് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം വീണ്ടും നന്നായിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവസാനം ഏകദേശം 1/4 മണിക്കൂറിന് ശേഷം നമ്മുടെ പായസം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.